ക്രൂശിത വഴിയിലൂടെ 37-ാം ദിനം. ഈശോ കുരിശിലായിരുന്നപ്പോൾ ഈശോയുടെ ഇരുവശങ്ങളിലും 2 കള്ളന്മാർ ഉണ്ടായിരുന്നതായി സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. അതിൽ നല്ല കള്ളൻ തൻ്റെ തെറ്റുകൾ തിരുത്തുകയും മറ്റേ കള്ളനോട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സുവിശേഷ പ്രഘോഷണത്തിന് നല്ലൊരു മാതൃക ദൈവം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്നാൽ അവൻ്റെ പ്രഘോഷണം മറ്റേ കള്ളനെ മാനസാന്തരപ്പെടുത്തിയതായി സുവിശേഷത്തിൽ പറയുന്നില്ല. മറിച്ച് നല്ല കള്ളൻ സ്വർഗരാജ്യത്തിന് അവകാശിയായി മാറുന്നു. അതുപോലെ നമ്മുടെ സുവിശേഷ പ്രഘോഷണം എത്രമാത്രം അത്ഭുതങ്ങളും മാനസാന്തരങ്ങളും ഉണ്ടാക്കിയെന്നല്ല, മറിച്ച് തീക്ഷ്ണമായ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ക്രിസ്തുവിന് സന്നിധിയിലേക്ക് മറ്റുള്ളവരെ എത്തിക്കാനായാൽ അതനുസരിച്ച് ദൈവം നമുക്ക് പ്രതിഫലം നൽകും. സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും സുവിശേഷം പ്രഘോഷിക്കുക എന്നത് വിശുദ്ധ പൗലോസ്ലീഹായും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ഈ നോമ്പുകാലത്ത് നമ്മുടെ തെറ്റുകൾ തിരുത്തി നമ്മുടെ പാവങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് അനേകരിലേക്ക് ഈശോയെ എത്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ ഈശോ നമ്മോട് പറയും, ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലായിരിക്കുമെന്ന്. സ്തുതിയായിരിക്കട്ടെ.